കടന്നു പോയിക്കൊണ്ടേയിരിക്കാം. നേരത്തെ നമ്മുടെ വീടുകളിലൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് ഖുർആൻ ഓതുന്ന എത്രയോ ആളുകളുണ്ടായിരുന്നു. മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിലെത്തിയാൽ ഇശാ വരെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മുടെ വീടുകളിൽ മഗ്രിബ് നിസ്കരിച്ച് ഇങ്ങനെ യാത്ര ചെയ്താൽ മുസ്ലിം വീടുകളിൽ ഖുർആൻ ഓത്ത് ഇങ്ങനെ കേൾക്കാമായിരുന്നു. ഇപ്പോഴോ അതൊക്കെ ടിൻഡുമോൻ കൊണ്ടുപോയി. മഗ്രിബ് മുതൽക്ക് ഇശായിന്റെ അടക്കുള്ള സമയം ലൈവായി പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലെ, ടെലിവിഷൻ ചാനലുകൾ വീടുകളിലൊക്കെ വന്നതോടുകൂടെ ഖുർആനിന്റെ പാരായണമൊക്കെ പോയി അല്ലേ? ഇവിടൊക്കെ എങ്ങനെ ഉണ്ടോ? അത് ഏതുണ്ടോ? പൊതുവെ ചാനലുകളുടെ സാന്നിധ്യം വന്നപ്പോൾ വോട്ട് കുറഞ്ഞു. അപ്പൊ ആളുകൾ ചോദിക്കുന്ന ഉസ്താദ് ഞങ്ങൾക്ക് വാർത്ത കാണണ്ടേ? വാർത്ത കണ്ടോളൂ, വാർത്ത കേട്ടോളൂ. പക്ഷേ ചെറുപ്പക്കാർ കുട്ടികൾക്ക് വാർത്തക്കല്ല താല്പര്യം, ഇടവേളക്കാണ്. ഇനി ഒരു ഇടവേള. കുട്ടികളെ താല്പര്യം അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുസ്ലിം ഏരിയകളിലൂടെ നമ്മളിങ്ങനെ മഗ്രിബ് നിസ്കരിച്ച് നടന്നാൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ വിശുദ്ധ ഖുർആൻ ഓതിയിരുന്ന വീടുകൾ, ആ വീടുകളിൽ നിന്ന് മണ്ണെണ്ണ വിളക്ക് പോയി അവിടെ നല്ല ഇലക്ട്രിക് ലൈറ്റുകളായി. ഓലപ്പുരകളും ഓടിട്ട വീടുകളും പോയി. അതൊക്കെ നല്ല ബാർപ്പിന്റെ നല്ല കെട്ടിടങ്ങളായി. ഇപ്പൊ സൗകര്യങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ ഖുർആൻ ഓത്തുകാർ കുറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നിടത്ത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാന്റെ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ കൊടുത്തോട്ട് യത്ലൂ അലൈഹിം ആയാതിഹി, ഖുർആൻ ആയത്തുകൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുക. വിശുദ്ധ ഖുർആനിന്റെ മായി ബന്ധപ്പെട്ട ആരാധനകളിൽ ആദ്യത്തത് ഖുർആൻ ഓതുക എന്നതാണ്. ഖുർആൻ ഓതുക, അർത്ഥം അറിയട്ടെ അർത്ഥം അറിയാതിരിക്കട്ടെ, അതൊന്നും ഓതുന്നതിന്റെ മുമ്പിൽ പ്രശ്നമുള്ള കാര്യമല്ല. അർത്ഥം അറിഞ്ഞു ഓതുമ്പോൾ കുറച്ച് കൂടുതൽ കൂലി കിട്ടും. അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പ്രതിഫലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നു. ഏതുപോലെ വഹാബിസത്തിന്റെയും മൗദൂദിസത്തിന്റെയും പുതിയ വാദം ജനങ്ങളെ ഖുർആനിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി അർത്ഥം അറിയാതെ ഓതിയാൽ പ്രതിഫലമില്ല എന്ന് പുതിയ കക്ഷിക്കാർക്ക് വാദമുണ്ട്. അള്ളാഹു നമ്മെ അവരിൽ നിന്ന് കാക്കുമാറാവട്ടെ. അതൊരിക്കലും ശരിയല്ല വാദം. അർത്ഥം അറിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ഫലം കിട്ടാതെയാവും. ഇല്ല. എന്തേ, നമ്മുടെ ഉമ്മ നമുക്ക് മുലപ്പാല് തന്നില്ലേ? അല്ലേ? നമ്മളൊക്കെ മുല കുടിച്ചില്ലേ? അല്ലേ? എന്താ മുലപ്പാലിലുള്ളത്? നിങ്ങൾ പറഞ്ഞാൽ മുലപ്പാലിലുള്ള ഔഷധങ്ങൾ എന്തൊക്കെ? നിങ്ങൾ പറയും, എന്നാ നീ പറയാൻ. മുലപ്പാലിൽ എന്തൊക്കെയുണ്ട്? തരുന്ന ഉമ്മാക്കും അറിയില്ല മുലപ്പാലിൽ എന്തൊക്കെയാണ് ഔഷധങ്ങളുള്ളത്. കുടിക്കുന്ന കുട്ടിക്ക് അത്രയും അറിയില്ല, കൊടുപ്പിക്കുന്ന വാപ്പാക്ക് തീരെ അറിയില്ല. ഒന്നും അറിയാതെ മുലപ്പാൽ കുടിച്ചാൽ ശരീരത്തിന് വല്ല ഗുണവും കിട്ടുമോ? അല്ല, കിട്ടുമോ? വെറുതെ ഇങ്ങനെ അർത്ഥം അറിയാതെ മുലപ്പാൽ കുടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? വിശുദ്ധ ഈമാനിന്റെ മുലപ്പാലാണ് ഖുർആൻ. ഒരു സത്യവിശ്വാസിയായ കുട്ടി ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട വിശുദ്ധ ഖുർആന്റെ പാരായണം, അർത്ഥം അറിയുക, അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ 2ാം ഘട്ടം, 3ാം ഘട്ടം, 10ാം ഘട്ടം അവിടെ എത്തുമ്പോഴാണ്. വിശുദ്ധ ഖുർആന്റെ ആദ്യ ഭാഗം ഖുർആൻ ഓതുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നേരത്തെ മുസ്ലിം ഉമ്മത്തുകളിൽ ധാരാളമാണ്. ഇപ്പോഴോ കുറഞ്ഞ് റമളാനു ശരീഫിൽ പോലും ഒരു ഖതം തീർക്കാൻ കഴിയാത്തവർ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഇന്നാളൊരു ചങ്ങായി മുസാഫെടുത്തിട്ട് ഇങ്ങനെ മറിച്ചു നോക്കി, ഇങ്ങോട്ട് കുറെ മറിച്ച്, അങ്ങോട്ട് കുറെ മറിച്ച്, കുറെ ഇങ്ങനെ മറിച്ചു. അപ്പൊ ഒരാൾ ചോദിച്ചു, നീ എന്തിങ്ങനെ നോക്കുന്നത്? ഇപ്പത്തെ മുസാഫിൽ കുൽഹുവല്ലാഹു ഒന്നും ഇല്ലേ? ഇവനിത് അറിഞ്ഞൂടാ, ഇതെവിടെയാണ് ഉള്ളത്. അത്രയും ചെറുപ്പത്തിൽ കണ്ടതാണ് മുസാഫ്. എത്രയാണ് ഖുർആനുമായി നമ്മൾ അകന്നു പോകുന്നത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സയ്യിനു അസ്വാതക്കും ബിൽ ഖുർആൻ, ഏറ്റവും നല്ല സൗണ്ടിൽ നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. എന്തേ? ഭൂമിയിൽ നിന്ന്
ആ അള്ളാഹുവിലേക്ക് ഉയരുന്ന ശബ്ദങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഖുർആൻ ഓതുന്ന ശബ്ദമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വഅദ് കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാരെ, കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ, ചെറുപ്പക്കാരെ, നമ്മളെല്ലാവരും ഓർക്കണം കേട്ടോ. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പുറകോട്ട് പോകാൻ ഒരിക്കലും പാടില്ല. ഭൂമിയുടെ ഘടന, ഭൂമി കുലുക്കമില്ലാതെ, ഭൂകമ്പമില്ലാതെ, കൊടുങ്കാറ്റുകളില്ലാതെ ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നിലനിർത്തുന്നതിൽ നമ്മുടെ ഖുർആനിനും ദിക്റുകൾക്കും വലിയ പങ്കാളിത്തമുണ്ട്, വലിയ പങ്കാളിത്തമുണ്ട്. ഉദാഹരണത്തിന് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രയാവും ഇവിടെയൊക്കെ? എത്ര? 24 അല്ലേ? അപ്പൊ ശരി. അപ്പൊ കണക്ക് ഇവിടുത്തെ സ്കൂളിലും നമ്മളെ സ്കൂളിലൊക്കെ കണക്കന്നെ. ഇവിടെ സ്കൂളിൽ മലയാളമല്ലല്ലോ, ഉണ്ടോ? ഇല്ല, കണക്കുണ്ടല്ലേ? അപ്പൊ നമ്മളെ രണ്ടു കൂട്ടിനെയും കണക്ക് ശരിയാണ്. 12 12 24. ഒരു ദിവസത്തെ കറക്കത്തിന് എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും കൂട്ടി രാവും പകലും വ്യത്യാസപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു ഒരു വർഷത്തിന് അല്ലാഹു തആല കണക്കാക്കിയിരിക്കുന്ന 12 മാസം. ആ മാസങ്ങളെ നിശ്ചയിക്കുന്നതിന് ദിവസം, ദിവസങ്ങൾക്ക് സൂര്യചന്ദ്രന്റെ ഉദയാസ്തമനം അനുസരിച്ചുകൊണ്ട് അല്ലാഹു തആല വെച്ചിരിക്കുന്ന റൂട്ട് 24 മണിക്കൂർ. 24 മണിക്കൂറുകളെ നിയന്ത്രിക്കുന്നതിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന റഡാർ, അല്ലാഹു തആല വെച്ചിരിക്കുന്ന റിമോട്ട്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭൂമിയിൽ ഒരാളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരില്ലേ, അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ അബൂദാബിയിലെ വിമാനത്താവളത്തിൽ നിന്ന്, എയർപോർട്ടിൽ നിന്ന് ഒരു വിമാനം പറന്നു. എവിടേക്കാണ് വരുന്നത്? ഇവിടെ അടുത്ത വിമാനത്താവളമാണ് മംഗലാപുരം. മംഗലാപുരത്തേക്ക് ഒരു വിമാനം ദുബായിൽ നിന്ന് പുറപ്പെട്ടു. റസൂലുള്ളാഹ് 24 മണിക്കൂറിനെ 24 അക്ഷരങ്ങളാകുന്ന റഡാറുകളിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആരും ആ റഡാർ ഉപയോഗിക്കുന്നില്ലേ? ആരും ആ റിമോട്ട് ഉപയോഗിക്കുന്നില്ലേ? അങ്ങോട്ട് പോയ സൂര്യൻ ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോയ ചന്ദ്രൻ ഇങ്ങോട്ട് വരില്ല, ഭൂമിയിൽ നിൽക്കുന്ന പർവ്വതങ്ങളൊന്നും അവിടെ നിൽക്കുകയില്ല. റിമോട്ട് തെറ്റിയാൽ എല്ലാം അവിടെ പോയി, ഇവിടെ പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നു. യാ റബ്ബ് യാ റബ്ബ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം വിശ്വസിച്ചിരിക്കുന്ന തൗഹീദിന്റെ കലിമയുടെ ശക്തി, നാം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തി, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവാണ് അത് നിയന്ത്രിക്കുന്നവൻ. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ. നാവ് കൊണ്ട് പറയാൻ വളരെ നിസാരം, അല്ലാഹുവിന്റെ മീസാൻ എന്ന തുലാസിൽ ബഹുഭാരം. കണ്ടോ? നമ്മുടെ നാവ് കൊണ്ട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ അറിഞ്ഞ് നാവ് കൊണ്ട് വ്യക്തമായി പറയേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഈ ഭൂമിയിൽ ഭൂകമ്പം വരാതിരിക്കാൻ, ഭൂമിയിൽ കൊടുങ്കാറ്റ് സംഭവിക്കാതിരിക്കാൻ അല്ലാഹു തആല വെച്ചിരിക്കുന്ന റിമോട്ട് കൺട്രോളാണ്.
അത് സൂര്യനിലേക്ക്, അത് ചന്ദ്രനിലേക്ക്, അത് ഭൂമിയിലേക്ക്, അതിന് കണക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ആ കണക്ഷൻ അത് ആത്മീയമാണ്, റൂഹുമായി ബന്ധപ്പെട്ട കണക്ഷനാണ്. അത് നമുക്ക് നോക്കിയാൽ കാണുന്നതല്ല. ഖുൽ റൂഹു മിൻ റബ്ബി, അത് റൂഹുമായി ബന്ധപ്പെട്ടതാണ്. ആ റൂഹുമായി ബന്ധപ്പെട്ട പ്രകാശങ്ങളിൽ ഏറ്റവും വലിയ പ്രകാശമായ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട സൂഫി ശഹീദ് അവറുകളുടെ തിരുഹദറത്തിൽ അവിടുത്തെ സന്തോഷിപ്പിക്കുന്ന, അവിടുത്തെ സന്തോഷം നമുക്ക് സന്തോഷമാണ്, നമ്മുടെ സന്തോഷം അവിടുത്തെ സന്തോഷമാണ്. ഇവിടെ മറവട്ട് കിടക്കുന്ന സക്കാഫതങ്ങളും ഷഹീദവറുകളും ഈ വഅലിങ്ങനെ കേട്ടുകൊണ്ട്, ഈ സഭ ഇങ്ങനെ കണ്ടുകൊണ്ട്, ഈ ഉറൂസിൽ എത്രയാണ് അവർ സന്തോഷിക്കുന്നത്. ആ സന്തോഷം മലക്കുകൾക്ക് സന്തോഷമാണ്, അത് അള്ളാഹുവിന് സന്തോഷമാണ്, അമ്പിയാക്കൾക്ക് സന്തോഷമാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഖബറിൽ കിടക്കുന്ന മുഴുവൻ ആത്മാക്കളും, എല്ലാ അമ്പിയാക്കളും, എല്ലാ മലക്കുകളും അല്ലാഹു തആല തന്നെയും ഭൂമിയിൽ നിന്ന് ശബ്ദിക്കുന്ന ശബ്ദങ്ങളിൽ അല്ലാഹുവും അവന്റെ മലക്കുകളും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഖുർആൻ ഓതുന്ന ശബ്ദമാണ്. അതുകൊണ്ട് ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. എങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം? സയ്യിനു അസ്വാതകും ബിൽ ഖുർആൻ, നല്ല സൗണ്ടിൽ ഖുർആൻ ഓതണേ. ഖുർആൻ മറച്ചു വെച്ചിട്ടുണ്ടല്ലേ നമുക്കൊരു ഓത്ത്, അങ്ങനെയല്ല ഖുർആൻ ഓതുന്നത്. ഓതുന്നത് കുറച്ചാണോ കൂടുതലാണോ എന്നല്ല, ഓതുന്നത് കൃത്യമായും ഭംഗിയായും അതിന്റെ ഉച്ചാരണം ശ്രദ്ധിച്ചും. അണ്ട നിങ്ങൾ അക്ഷരങ്ങൾ സ്ഫുടമായി ഉച്ചരിക്കുന്നതിന് മഹ്റജുകൾ നിശ്ചയിച്ചുകൊണ്ട്, ഓരോ അക്ഷരവും പുറപ്പെടുന്ന മഹ്റജുകൾ പഠിപ്പിച്ചുകൊണ്ട് ഒരു ഭാഷ പഠിപ്പിക്കുന്ന സംവിധാനം ഏതിനാണുള്ളത്? അത് ഖുർആന്റെ ഭാഷക്കാവുണ്ട്. തജ്വീദ് ഒരു പ്രത്യേക വിജ്ഞാന ശാഖ തന്നെയാണ്. ഉലൂമു തജ്വീദ് എന്നത് ഒരു പ്രത്യേക വിജ്ഞാന ശാഖയാണ്. ആ ശാഖ പഠിപ്പിച്ചുകൊണ്ട്, എന്തുകൊണ്ട് ഇപ്പോ നമുക്ക് മലയാളം പറയാം, മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അക്ഷരം തെറ്റിപ്പോയി എന്നാൽ നമ്മളെന്താവും, ചെറിയ തെറ്റിന് അർത്ഥം വളരെ മാറും. ചെറിയ അക്ഷരത്തിന്റെ പെശക് വന്നാൽ അത് ആളുകൾ വല്ലാതെ അതിനെ കളിയാക്കും. ഒരാൾ കുപ്പായത്തിൽ ഒരു കറ കണ്ടു, ഇതെന്താന്ന് ചോദിച്ചു, അത് മസിയാണ്. മസി എവിടുന്നേ ആയി ചോദിച്ചു, അത് മേശമെന്നായതാണ്. മേശം എങ്ങനെ മസി ഉണ്ടായി ചോദിച്ചു, അത് ആരോ പൂസിയതാണ്. ഇതെങ്ങനെയുണ്ട്? നാളെ നമ്മൾ കൂട്ടുകാരനുണ്ട് യൂസിഫ് അറിയാൻ, ഓനെ കുറെ ആയിട്ട് കാണാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, യൂസിഫ് നീ എവിടെ പോയി? ഞാനേ ബാസിപ്പന്നെ ശരിയാകാൻ വേണ്ടി തൃശ്ശൂർ പോയതേനെയാണ്. ഒരക്ഷരത്തിന്റെ തെറ്റിൽ നമുക്ക് എത്രമാത്രമാ സംസാരിക്കുന്ന ആളെ നമ്മൾ കൊച്ചാക്കും, ഉറപ്പാണ്. എന്നാൽ ഖുർആൻ ഇങ്ങനെ നമ്മൾ ഓതുന്നത് കേട്ട് മലക്കുകൾ ലജ്ജിക്കുകയാണ്. മലായിക്കത്ത് ഇങ്ങനെ നമ്മുടെ ചുറ്റുഭാഗത്ത് ഖുർആൻ കേൾക്കാൻ വന്നിരിക്കുമ്പോൾ ഖുർആൻ ഓത്തിന്റെ അക്ഷരശുദ്ധിയില്ലായ്മ കൊണ്ട്, ഖുർആന്റെ പാരായണ ശാസ്ത്രം സിദ്ധിക്കാത്തത് കൊണ്ട് മലക്കുകൾ നമ്മെ ശപിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആൻ തന്നെയും നമ്മളെ ശപിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. റുബ്ബ ഖാരിഇൻ വൽ ഖുർആൻ യൽഅനുഹു, എത്ര ഖുർആൻ ഓത്തുകാരാണ്. ഖുർആൻ തന്നെ പറയുന്നത് നിർത്തിയിട്ട് പോടോ, നീ ഓതണ്ട. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ പാരായണ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മുസ്ലിമീങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട്. ഉമ്മമാരെ, നിങ്ങൾ വീട്ടിൽ വെച്ച് ഖുർആൻ ഓതണം കേട്ടോ. ഖുർആൻ ഓതുന്നത് 3 രീതിയിലാണ്. 1, ഖുർആൻ അല്പാൽപമായി ഓതി ഖുർആൻ ഖത്തം തീർക്കുക, ഒരു രീതി. 2, ഖുർആനിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ആയത്തുകളും സൂറത്തുകളും പതിവായി ഓതുക. 3, ഖുർആനിന്റെ ആയത്തുകൾ ദിക്റിന്റെ രൂപത്തിൽ ചൊല്ലുക. 3 വിധത്തിലാണ് ഖുർആൻ പാരായണം. അതിൽ ആദ്യം ഞാൻ പറഞ്ഞ രീതിയും രണ്ടാമത്തെ രീതിയും എപ്പോഴും
ഒന്നുവോട് കൂടെ ശ്രദ്ധിച്ച് ചെയ്താൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വർദ്ധിക്കും. അള്ളാഹു തൗഫീഖ്. അവസാനം പറഞ്ഞ മൂന്നാമത്തെ രീതി ദിക്റിന്റെ രൂപത്തിൽ ചൊല്ലാം. അതിന് ഒതു ശ്രദ്ധിക്കാൻ കഴിയില്ല, ഉണ്ടായാൽ നല്ലതാന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ? ഒന്ന്, നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുർആൻ എന്ന നിയ്യത്തിലല്ലാതെ, അത് ഒരു ദിക്ർ എന്ന നിയ്യത്തിലാണ്. ഇപ്പൊ നമുക്കൊരു വാർത്ത കിട്ടി. എന്താ വാർത്ത? നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. നിങ്ങളെന്താ പറയാ? അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് അപകടം പറ്റുമ്പോൾ പറയുന്നത് ദിക്റാണ്, പക്ഷെ അത് ഖുർആനായതാണ്. നമ്മൾ വണ്ടിയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കേറി ഇരുന്നു, സീറ്റൊക്കെ ഉറപ്പിച്ചു, എന്നാൽ ഉടനെ ചൊല്ലണം എന്ത്? പറഞ്ഞോളൂ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ ദിക്റാൻ. ഇതൊക്കെ ആയത്തുകളാണെങ്കിലും ദിക്റുകളാണ്. വുളു ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ശരീരത്തിന് ശുദ്ധി ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഹൈലുള്ള മണ്ണാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലല്ലേ, അത് അങ്ങനെ പോകും. അത് ദിക്റിന്റെ രൂപത്തിലാണ്. മറ്റുള്ള രീതിയുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിൽ തെരഞ്ഞെടുക്കപ്പെട്ട സൂറത്തുകളും ആയത്തുകളും അത് പ്രത്യേകം സമയം നിശ്ചയിച്ച് ചൊല്ലേണ്ടത്, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ടത്, ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചൊല്ലേണ്ടത്, ഇങ്ങനെ രൂപത്തിൽ. വേറെ ഒന്നുണ്ട്. അതെന്താ? ഖുർആനെ അല്പാൽപമായി ഓതി ഖത്തം തീർക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ച മുസ്ലിം ഉമ്മത്ത് അവരുടെ ഒക്കെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആനുമായി ബന്ധപ്പെട്ട അവരുടെ പഠനവും അവരുടെ പാരായണവും വളരെ വിപുലമാണ്. ഹിഫ്ളുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കുക, അത് വേറെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ ഉണ്ടോ? കർണാടകത്തിൽ നമ്മളെ കൊടുകിൽ എവിടെയില്ല. ഇല്ല. മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഞാൻ ഹുസൈൻ സക്കാഫി ഉസ്താദ് അടക്കമുള്ളവരോട് ഉണർത്തുകയാണ്, ഒരു ഖുർആൻ ഹിഫ്ളാക്കുന്ന ഒരു സ്ഥാപനം, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ഹിഫ്ളുൽ ഖുർആന്റെ കുറച്ച് കുട്ടികൾക്ക് അവസരം ഒരുക്കാം. നമ്മുടെ നാട്ടിൽ ഖുർആൻ ഹാഫിളീങ്ങളായ കുറച്ചാളുകൾ ഉണ്ടാകുമ്പോൾ അത് ഇവിടെ വലിയ ഒരു കാവലായിരിക്കും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ജംഇയ്യത്തുൽ ഉലമയുടെയും സംയുക്ത ജമാഅത്തിന്റെയും ഒക്കെ ആളുകൾ ഈ സ്റ്റേജിലും താഴെയൊക്കെ ഇരിക്കുന്നവരുള്ളത് കൊണ്ട് ഞാനതൊന്ന് ഇടക്ക് പറഞ്ഞതാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ സുബ്ഹാന ജല്ല ജലാലു, പൂർവികരായിരിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ സ്വഹാബാക്കളാവട്ടെ, താബിഈങ്ങളാവട്ടെ, താബിഉ താബിഈങ്ങളാവട്ടെ, ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൽ ഏറെ വിജയിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ കുട്ടിപ്രായത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമായ മഹാനാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളായി അറിയപ്പെടുന്ന മഹാന്മാരുടെ ചരിത്രം വായിച്ചാൽ എല്ലാവരും ഖുർആൻ ചെറിയ പ്രായത്തിൽ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഖുർആൻ ഹിഫ്ളാക്കിയവരാണ്. ഇമാം ഇബ്നു ജരീർ തിബിരി റളിയല്ലാഹു അൻഹു, തഫ്സീർ തിബിരിയുടെ മഹാനായ ഇബ്നു ജരീർ തിബിരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹഫിൾതുൽ ഖുർആന 7 സിനീന, 7ാമത്തെ വയസ്സിൽ ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. എത്രാമത്തെ വയസ്സിൽ? 7ാമത്തെ വയസ്സിൽ ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. വസല്ലൈതു ബിന്നാസി ഇമാമ, ജനങ്ങൾക്ക് ഇമാമത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. 8ാമത്തെ വയസ്സെത്തിയപ്പോൾ വകതബത്തുൽ അഹാദീസ 9 സിനീന, 9ാമത്തെ വയസ്സിൽ ഞാൻ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 86ാമത്തെ വയസ്സിലാണ് ഇബ്നു ജരീർ തിബിരി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അദ്ദേഹം വഫാത്തായപ്പോൾ പ്രായപൂർത്തിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ വയസ്സിന്റെ ദിവസങ്ങൾ 86ൽ നിന്ന് 15 വയസ്സ് കഴിഞ്ഞാൽ ബാക്കി എത്ര? 71. ഈ 71 വയസ്സിന്റെ ജീവിതത്തിന്റെ ആകെ ദിവസങ്ങൾ എണ്ണി നോക്കി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഇബ്നു ജരീർ തിബിരി റളിയല്ലാഹു അൻഹു കിതാബ് രചിച്ചതിന്റെ കിതാബിന്റെ പേജുകളും നോക്കി. അപ്പൊ എങ്ങനെയാണുള്ളത്? ഒരു ദിവസത്തിന് 14 പേജ് എന്ന രൂപത്തിൽ ഇബ്നു ജരീർ തിബിരി റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഒരു ദിവസത്തിന് 14 പേജ് എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. വേറൊരാൾ എഴുതിയത് പകർത്തി എഴുതിയല്ല, പിന്നെ കിതാബ് രചിക്കുക 14 പേജ് ദിവസവും. എന്താണ് ഓരോരോ മഹാന്മാര് വിശുദ്ധ ഖുർആൻ ചെറിയ നാളിൽ തന്നെ മനഃപ്പാഠമാക്കി. 4 മദ്ഹബിന്റെ ഇമാമുകളും അങ്ങനെയാണ്, വളരെ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരാണ്. നമ്മുടെ മക്കൾക്ക്, നമുക്ക് ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ
ഒരു കുട്ടിയെങ്കിലും ഖുർആൻ പഠിക്കുന്ന കുട്ടിയാക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. മക്കളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ മക്കളിലെങ്കിലും അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിത് നിങ്ങളോട് വെറുതെ വഅദ് പറയുന്നതല്ല. കിതാബുകൾ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് അല്ലാഹു തആല 3 ആൺകുട്ടികളെ നൽകി. ഞാൻ എന്റെ മൂത്ത കുട്ടിയെ തന്നെ ഖുർആൻ ഹിഫ്ളിന് വേണ്ടി നമ്മുടെ സ്വലാത്ത് നഗറിലെ ഖലീൽ തങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. തങ്ങൾ പറഞ്ഞു 3 വർഷം വേണം ഖുർആൻ ഹിഫ്ളാക്കാൻ. അതിന് സാധിക്കുമോ? റെഡി എന്ന് പറഞ്ഞു. പക്ഷേ അല്ലാഹു തആല ധാരാളം മക്കാമുകളിലും വഅദിന്റെ സദസ്സുകളിലുമൊക്കെ ഞാൻ കണ്ണീരൊഴുക്കി ദുആ ചെയ്തു. അല്ലാഹു എനിക്കതിനെ പ്രതിഫലം കാണിച്ചു തന്നു. ഒരൊറ്റ വർഷം കൊണ്ട് എന്റെ കുട്ടി ഖുർആൻ 30 ഹിഫ്ളാക്കി. അല്ലാഹു നിലനിർത്തി തരുമാറാവണം. നമുക്കൊക്കെ അല്ലാഹു ഭാഗ്യം തരുമാറാവണം. ഞാൻ എന്റെ കുട്ടി എന്നുള്ളത് പവറിന് വേണ്ടി പറഞ്ഞതല്ല, നിങ്ങളൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. എന്തേ? ഞാൻ നിങ്ങളോട് വഅദ് പറയുന്ന ആള് നാളെ നമ്മൾ വയസ്സാകുമ്പോഴോ മരിച്ചു കിടക്കുമ്പോഴോ നമ്മളെ മക്കൾ വേറെ ഒരു രൂപത്തിലായിപ്പോയാൽ ആ സങ്കടം ആരോട് പറയും? അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. മക്കളെ അള്ളാഹു തആല മക്കളെ കൊണ്ട് നമുക്കും നമ്മെ കൊണ്ട് മക്കൾക്കും അള്ളാഹു ഇസ്സത്ത് നൽകുമാറാവട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന്, ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വളരെ എളുപ്പമാണ് ഖുർആൻ മനഃപ്പാഠമാക്കാൻ. പക്ഷേ മനഃപ്പാഠമാക്കിയത് ഉപയോഗിച്ചില്ലെങ്കിൽ മറക്കാൻ വളരെ എളുപ്പമാണ്. ഖുർആൻ ഹിഫ്ളാക്കാൻ വളരെ എളുപ്പമാണ്. മറക്കാൻ അതിലേറെ എളുപ്പമാണ്. നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് വളരെ വേഗത്തിൽ അല്ലാഹു തൗഫീഖ് കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ഒരു കുട്ടി ഹിഫ്ളാക്കാൻ ഭാഗ്യം ലഭിച്ചാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹിഫ്ളുൽ ഖുർആന്റെ ഒരു സ്ഥാപനം നമ്മുടെ ഈ മക്കാമിനോടനുബന്ധിച്ചോ അല്ലാതെയോ ഹിഫ്ളുൽ ഖുർആന്റെ ഒരു 10 കുട്ടികൾ മതി. ഒരു കുട്ടി ഖുർആൻ ഹിഫ്ളാക്കുമ്പോഴേക്ക് ഖുർആനിന്റെ ഓരോ വാക്കുകളും എത്ര പ്രാവശ്യമാണ് ആ കുട്ടി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ ശരീരം, അവന്റെ രക്തം, അവന്റെ മാംസം, അവന്റെ മജ്ജ, അവന്റെ റൂഹ് എല്ലാം ഖുർആനിൽ അലിഞ്ഞു ചേരുകയാണ്. ഖുർആൻ ഹിഫ്ളാക്കുമ്പോഴേക്ക് എത്ര പ്രാവശ്യമാണ് അവൻ ഖുർആൻ ഓതുന്നത്, ഖുർആന്റെ ഓരോ ആയത്തുകളും ഓതുന്നത്. അങ്ങനെ ഒരു 10 കുട്ടികൾ നമ്മുടെ എരുമാട്, നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഓതിക്കൊണ്ടേയിരിക്കുമ്പോൾ മലായിക്കത്ത് ഈ നാട്ടിൽ നിന്ന് വിട്ടുപോവുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ചെറിയ കാവലല്ല കേട്ടോ, ഇത് വലിയ വിഷയമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുക. ഒരു സാധാരണ സത്യവിശ്വാസിയോട് പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഖുർആനിന്റെ ഒന്നും മനഃപ്പാഠമില്ലെങ്കിൽ അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. വലിയ ബേജാറുള്ള സംഗതിയാണ്. ഈമാന്റെ സുരക്ഷിതത്വത്തിന് അത് വലിയ ഭീഷണിയായിരിക്കും. ഖുർആൻ ഒന്നും മനഃപ്പാഠമില്ലെങ്കിൽ. അതുകൊണ്ടാണല്ലോ 6666 ആയത്തുകളുള്ള ഖുർആൻ 114 അധ്യായങ്ങളാണ്. എന്നാൽ മൊത്തമുള്ള ഖുർആനിന്റെ അധ്യായങ്ങളൊക്കെ പരിശോധിച്ചാൽ തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആന് 100 ഏടുകൾ. ഇതിനെല്ലാം കൂടിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഉമ്മുൽ ഖുർആൻ, അള്ളാഹുവിന്റെ കിതാബുകളെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ സൂറത്ത് അക്ഷരശുദ്ധിയോടുകൂടെ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു മുസ്ലിം അറിഞ്ഞിരിക്കൽ, മനഃപ്പാഠമാക്കിയിരിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. അത് വളരെയധികം ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താം. ചില ആളുകൾക്ക് എപ്പോഴും ഉണ്ട് ഫാത്തിഹ ഓതാൻ തന്നെ കൃത്യമായി ഇങ്ങോട്ട് അക്ഷരശുദ്ധി ഇല്ലാത്ത ആളുകൾ. അവര് ഉസ്താദുമാരടുക്കൽ വരണം, യാതൊരു ലജ്ജയും വിചാരിക്കണ്ട. നമുക്ക് വിശ്വാസപ്പെട്ട ഒരു ഉസ്താദിന്റെ അടുത്ത് വരാം, ഉസ്താദെ ഞാനൊന്ന് ഫാത്തിഹ ഓതിത്തരാം, ചെറുപ്പത്തിൽ പഠിച്ചത് ശരിയാണോ? അതന്നെ ഞാൻ അടുത്ത് ഇസ്ലാമതം സ്വീകരിച്ച ആളാ, ഞാൻ കുറെ കാലമായിട്ട് ഓതാതെ പോയി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഫാത്തിഹ ഓതിത്തരാം, തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം. ഒരു ആലിമിന്റെ മുമ്പിൽ ഓതിക്കൊടുക്കുക. അതിന് യാതൊരു ലജ്ജയും കാണിച്ചു നിൽക്കേണ്ട കാര്യമില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഫാത്തിഹ നമുക്ക് അറിഞ്ഞേ പറ്റൂ. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. വിശുദ്ധ ഖുർആന്റെ ഫാത്തിഹ സൂറത്ത് എല്ലാ മുസ്ലിമും അറിയൽ നിർബന്ധമുള്ളതാണ്. ഫാത്തിഹ എങ്കിലും ഒരാളെ റൂഹിലും ശരീരത്തിലും ഇല്ലേ
അവന്റെ ഈമാന്റെ സുരക്ഷിതത്വം വളരെ ബേജാറിലാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക അത് വേറെ തന്നെ ഒരു രീതിയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യവും കൂടി ഉണർത്തട്ടെ. ഒരു കുട്ടിയെ ഖുർആൻ ഹാഫിളാക്കാനും അത് നിലനിർത്താനും നമ്മുടെ കുടുംബത്തിന് ഭാഗ്യം ലഭിച്ചാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് അള്ളാഹു തആല മാതാപിതാക്കൾക്ക് നൽകുന്ന സമ്മാനങ്ങളിൽ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ? മശ്ശറ കോട്ട്ലത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അവിടെ അള്ളാഹു തആല ഹാഫിദുൽ ഖുർആനായ ആളുകളുടെ മാതാപിതാക്കൾ, ഖുർആൻ ഹിഫ്ളായ മക്കളെ മാതാപിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം മശ്ശറ മുറ്റത്ത് കൊണ്ടുവരും. എന്നിട്ടോ താജുൽ വാലിദൈൻ, ഹാഫിളീങ്ങളായ ആളുകളെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ ഒരു കിരീടം, അല്ലാഹു തആല അവർക്ക് പ്രത്യേകമായ സമ്മാനം, മറ്റെല്ലാ ജനങ്ങളെയും മധ്യത്തിൽ വെച്ചുകൊണ്ട് അള്ളാന്റെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഒരു കുട്ടിയെ വിട്ടതിന്റെ പേരിൽ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല മശ്ശറ മുറ്റത്ത് വെച്ചുകൊണ്ട് രാജകീയ പദവി നൽകി ആദരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ കുവൈത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു തഹ്ഫീദുൽ ഖുർആൻ കോളേജിന് പേര് തന്നെ താജുൽ വാലിദൈൻ എന്നാണ്. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അത്തിബിയാൻ എന്ന വിശുദ്ധ ഖുർആനെ പറ്റിയുള്ള കിതാബുണ്ട്. അതിൽ കാണാം താജുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് അല്ലാഹു തആല. എന്നിട്ട് ഇമാം നവവി തങ്ങൾ ചോദിക്കുന്നു, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ കുട്ടികളെ വിട്ടതിന്റെ പേരിൽ മാതാപിതാക്കൾക്ക് തന്നെ അല്ലാഹു തആല ഇത്ര വലിയ സമ്മാനം കൊടുക്കുമെങ്കിൽ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനം എത്രയാണ്? മന്ത്രിന്റെ അമ്മാക്കും ബാപ്പാക്കും ഇത്ര സീറ്റ് ഉണ്ടെങ്കിൽ മന്ത്രിക്ക് എത്ര സീറ്റ്? അതല്ലേ നോക്കേണ്ടത്. അതാ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് വളരെ വലിയ സമ്മാനമാണ്. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇപ്പൊ ചിലരൊക്കെ എന്റെ കുട്ടികൾക്ക് ഇനിയിപ്പോ മക്കളില്ല, ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക, സഹായിക്കുക, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ നമുക്കൊണ്ട് കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സമ്മാനം എന്താണെന്നറിയോ? നാളെ സുഖലോക സ്വർഗത്തിലെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നമുക്ക് മാണിമാളിക നൽകും. സ്വർഗത്തിൽ നൽകുന്ന കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന് അല്ലാഹു തആല വാല്യൂ നിശ്ചയിക്കുന്നത് ഖുർആനിന്റെ ഹിഫ്ള് അനുസരിച്ചാണ്. ഖുർആന്റെ ഹിഫ്ള് അനുസരിച്ചാണ്. എങ്ങനെ? ഒരാൾക്ക് ഖുർആനിൽ നിന്ന് എത്ര ഓതാൻ കാണാതെ അറിയും, അതിനനുസരിച്ചാണ് സ്വർഗത്തിലെ ദറജ. അപ്പോ ഖുർആൻ മുഴുവനും മനഃപ്പാഠമുള്ള ആള്, അയാൾ സ്വർഗത്തിന്റെ വാതിൽക്കലങ്ങൾ എത്തുമ്പോൾ അല്ലാഹു തആല വന്ന് യഖ്റഉ വർഖി ഫഇന്ന മൻസിലതക ഫീ ആഖിരി ആയത്തിൻ തഖറഉഹാ, മോനെ നീ ഖുർആൻ ഓതിക്കോ, വറത്തിലിൽ ഖുർആന തർത്തീലാ, ഖുർആൻ അതിന്റെ റൂട്ടും നിയമവും വ്യവസ്ഥയും വെച്ചുകൊണ്ട് അതിന്റെ അക്ഷരശുദ്ധിയിലും നല്ല സൗണ്ടിലും ഭംഗിയിലും ഓതിക്കോ. ആ ഓത്തിങ്ങനെ തുടരുമ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ നബി തങ്ങൾ പഠിപ്പിച്ചു, ഖുർആനിലെ സ്വർഗത്തിൽ അങ്ങോട്ടെത്തുമ്പോൾ ഓതിക്കോ കേറിക്കോ, ഓതിക്കോ കേറിക്കോ. ഒരായത്ത് ഓതിയാൽ നമ്മളെ ബിൽഡിംഗ് ഒരു ദറജ, ഒരു ഫ്ലോർ. രണ്ടാമത്തെ ആയത്ത് ഓതുമ്പോൾ രണ്ടാമത്തെ ഫ്ലോർ, മൂന്നാമത്തെ 3 ഫ്ലോർ, 4 ഓതുമ്പോൾ 4 ഫ്ലോർ. അപ്പോ ഒരാൾക്ക് ഫാത്തിഹ സൂറത്ത് മാത്രമേ കാണാതെ കിട്ടുള്ളൂ. ഓൻ താമസിക്കുന്ന ബിൽഡിംഗ് സ്വർഗത്തിൽ എത്ര നിലയുണ്ടാവും? ഫാത്തിഹ സൂറത്ത് എത്ര ആയത്താ? ആഖിറത്തേക്കുള്ള ഒരു കണക്ക് ഈ വൈക്കില്ലേ? സബ്ഉൽ മസാനി 7 ആയത്തുകളാണ്. 7 ആയത്താണ് ഫാത്തിഹ. അപ്പൊ നമ്മൾ മശ്ശറ മുറ്റത്തേക്ക് അങ്ങോട്ട് ചെന്നു, അല്ലാഹു സ്വർഗത്തിലെത്തിക്കട്ടെ. സ്വർഗത്തിന്റെ വാതിൽക്കൽ നമ്മൾ എത്തിപ്പെട്ടാൽ, സിറാത്ത് പാലം കടന്ന് അക്കരെ എത്തിയാൽ സ്വർഗത്തിന്റെ പുറത്ത് 2 വെള്ളത്തടാകമുണ്ട്.
ആ വെള്ളത്തടാകത്തിൽ നിന്ന് ഈ തടാകത്തിൽ നിന്ന് കുളിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിയൊക്കെ ഒന്ന് മാറി ശരീരം നന്നാവും. അപ്പുറത്തെ രണ്ടാമത്തെ വെള്ളത്തടാകത്തിൽ കുളിച്ചാൽ നമ്മുടെ ഉള്ളു ശുദ്ധിയാകും. രണ്ട് തടാകത്തിൽ നിന്ന് കുളിക്കുന്നതോടുകൂടെ പിന്നെ